നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോനെ എന്താ ഇതെന്താ നിന്റെ നെറ്റിക്ക് പറ്റിയത്? എന്തേ അനുരാധേ, ഒന്നിങ്ങ് വന്നേ. അനുരാധേ, ഇതെവിടെ പോയി കിടക്കുന്നു? കാര്യം അയ്യോ, ഇത് കണ്ടാ നീ? അയ്യോ മോനെ, ഇതെന്താ? ഏട്ടന്റെ നെറ്റി എങ്ങനെ മുറിഞ്ഞത്? ഏയ് ഒന്നുമില്ല, നിങ്ങളൊന്ന് മാറി. എടാ, ഒന്നുമില്ലാതെ പിന്നെ ഈ കാണുന്ന മുറിവെന്താ? എന്താ പറ്റിയത്? നീ ആരെങ്കിലും ആയിട്ട് തള്ളി കൂടിയോ? ഇനി ഏട്ടൻ അവിടെ പോയിട്ട് വല്ല പ്രശ്നമായതാണോ? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. എന്താ സംഭവിച്ചെന്ന് നീ വാ തുറന്നൊന്ന് പറ. എടാ മോനെ തക്കടു, ഇവനെന്തോ കുഴപ്പം കാണിച്ചു വന്നിരിക്ക. ഇത് കണ്ടില്ലേ നെറ്റിയിലെ മുറിവ്? എന്താടാ ഉണ്ടായത്? അത് പിന്നെ ഏട്ടാ, വെറുതെ നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട നിതീഷേ. സത്യം പറഞ്ഞാൽ നിനക്ക് കൊള്ളാം. ഇനി എന്റെ ബാക്കിയായിട്ട് പോലീസ് തെരഞ്ഞു വരുവോ? എന്റെ ഏട്ടാ, ഞാനൊന്ന് വീണതാ. വീണതാണെന്നോ? വീഴാൻ നീ എന്താ കൊച്ചു കുട്ടിയോ? അതോ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നോ? അച്ഛമ്മയൊന്നും മിണ്ടാതിരിക്കാവോ? ഞാനൊരു പടിക്കെട്ട് ഇറങ്ങി വന്നപ്പോ കാല് തന്നെ പോയതാ, അല്ലാതെ വേറൊന്നും സംഭവിച്ചിട്ടില്ല. എന്നിട്ടെന്താ, ഡോക്ടറെ കാണിച്ചു, മരുന്ന് വാങ്ങിച്ചു, അത്ര തന്നെ. നല്ല വേദനയുണ്ട്, ഞാനൊന്ന് കിടക്കട്ടെ. എന്തായാലും നീ ചെയ്തത് ഒട്ടും ശരിയായില്ല. അവനെ ഇങ്ങനെ കയ്യേറ്റം ചെയ്ത് ഇറക്കി വിടേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അച്ഛൻ ഈ പറഞ്ഞത് മറ്റാരുടെ കാര്യത്തിലായിരുന്നെങ്കിലും ഞാനത് സമ്മതിച്ചേനെ. അങ്ങനെ ഇങ്ങനെ ഒരാളെ തല്ലാനോ ബഹളത്തിനോ പോകുന്നവനല്ല ഞാനെന്ന് അച്ഛൻ അറിയാലോ. മറ്റുള്ളവരുടെ കാര്യം വിട്. നിതീഷിനോട് നീ ഒരിക്കലും അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. പ്രത്യേകിച്ച് അവനിവിടെ അങ്ങനൊരു കാര്യം പറയാൻ വേണ്ടി കയറി വന്നപ്പോ. എന്നുമുതല അവൻ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇത്ര വലിയ നല്ല പിള്ളയെ മാറിയത്? കുടിച്ച വെള്ളത്തെ വിശ്വസിക്കാൻ കൊള്ളാത്തവനാ നിതീഷ്. അതിന്റെ ഏറ്റവും വലിയ അനുഭവം നമുക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ. ഇനി നിങ്ങൾ അവനെ വിശ്വസിക്കുവാണോ? വിശ്വസിക്കാതെ നമ്മുടെ മുന്നിൽ വേറെ വഴിയുണ്ടോ മോനെ? പോലീസ് നമ്മുടെ നന്ദുവിനെ തേടി പിടിച്ച് ഇവിടെ കൊണ്ടുവന്നാൽ അവളുടെ ഭാവി എന്താവും നീ ആലോചിച്ചിട്ടുണ്ടോ? അവളെ നിതീഷ് എന്നെ കല്യാണം കഴിക്കണ്ടേ? അവന്റെ കുഞ്ഞിനെ കൊണ്ട് വേറെത്തന്റെ കൂടെ അവൾക്ക് ജീവിക്കാൻ പറ്റുമോ? അവനിപ്പോ വന്ന് പറഞ്ഞിട്ട് പോയത് നിങ്ങൾ കണ്ണുപൂട്ടി വിശ്വസിക്കണോ? നാളെ അവൻ കാലം മാറില്ലെന്ന് ആര് കണ്ടു? എടാ, അവൻ മോശപ്പെട്ട ആളായിക്കോട്ടെ. എത്ര മോശപ്പെട്ട ആളായാലും അയാൾ ഒരു കാലത്തും നന്നാവൂല എന്ന് പറയുന്നത് ശരിയാണോ മോനെ? നിതീഷിനെ കുറിച്ച് അത്തൊരു പ്രതീക്ഷ വേണ്ട അച്ഛാ. നിർത്തട. നിന്റെ അഭിപ്രായം അനുവാദം ഒന്നും ഇവിടെ ആരും ചോദിച്ചില്ല. നിന്റെ അച്ഛനും അമ്മയുമായി ഞങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചോളാം. നന്ദുവിന്റെ കാര്യത്തിൽ ഇനി മേലാൽ നീ ഇടപെട്ടു പോവരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചന്ദ്രബോസ് കാത്തുനിന്ന് മുഷിഞ്ഞെന്ന് തോന്നുന്നു. സ്ഥലം സിയുടെ പ്രസൻസ് വേണമല്ലോ മാഡം. സ്ഥലം സിയെയോ അതോ ചിറ്റപ്പനോ? മാഡം, ഞാൻ സുസ്മിതയുടെ ചിറ്റപ്പനാവുന്നത് ശരി തന്നെ. പക്ഷേ ഡ്യൂട്ടിക്കിടെ ചന്ദ്രബോസ് സ്വന്തം ബന്ധങ്ങൾ നോക്കാറില്ല മാഡം. സുസ്മിത പ്രശ്നത്തിലായ കഴിഞ്ഞ ഒരാഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് 36 കോളുകൾ. അത് കൊച്ചുമോള് കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചോ നന്നായിട്ട് ഉറങ്ങിയോന്നൊക്കെ അറിയാൻ ചിറ്റപ്പൻ വിളിച്ചതായിരിക്കും അല്ലേ? അത് തികച്ചും പേഴ്സണലാണ് മാഡം. ചന്ദ്രബോസ്, ഈ കോളുകളുടെ ഡീറ്റെയിൽസ് എടുക്കാൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് 10 മിനിറ്റ് തികച്ചു വേണ്ടാന്നറിയാലോ. ഡീറ്റെയിൽസ് എടുക്കണം മാഡം. അങ്ങനെങ്കിലും എന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരം തരണമെന്നാണ് എന്റെ റിക്വസ്റ്റ്. എന്നെ ഇങ്ങനെ സംശയത്തിന്റെ മുൾമുനയെ നിർത്തരുത് മാഡം. സത്യസന്ധനായ ഒരു ഓഫീസറാണ് ഞാൻ.
മേഡത്തിന് എന്നെ തീർത്തും വിശ്വാസമില്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യണം മേഡം. ഞാൻ കോൾ ഡീറ്റെയിൽസ് എടുക്കാനൊന്നും പോകുന്നില്ല ചന്ദ്രബോസ്. ആരെയും ട്രാൻസ്ഫർ ചെയ്യാനും ഉദ്ദേശമില്ല. ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ശ്രീരഞ്ജിനി ആയിരിക്കുന്നിടത്തോളം കാലം ചിറ്റപ്പനോ കുഞ്ഞമ്മയോ ആരിടപെട്ടാലും ഈ കേസിന്റെ സത്യം തെളിയും. എല്ലാം റെഡിയല്ലേ? റെഡിയാണ് മേഡം. ഹലോ സാർ. ഇങ്ങോട്ട് വാടി. സാർ നീ ഇങ്ങോട്ട് വാ. ചിറ്റപ്പ പറയട്ടെ. ഓക്കെ സാർ. ശരി സാർ. ചിറ്റപ്പനെന്താ ഇവിടെ? നിന്റെ കാര്യങ്ങൾ പിന്നെ ഞാൻ അറിയണ്ടടി. ഓരോ അബദ്ധങ്ങൾ ചെയ്തു വെച്ചിട്ട് എടി നിന്നോട് ആരാടി കിഡ്നാപ്പിംഗ് നാടകമൊക്കെ നടത്താൻ പറഞ്ഞേ? അത് പെർഫെക്റ്റ് പ്ലാൻ ആയിരുന്നു ചിറ്റപ്പ. ആസൂത്രണം ചെയ്ത പോലെ നടന്നിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ലായിരുന്നു. ഇതിനിടയിൽ ആ ശാലിനി കയറി വന്ന് എല്ലാം കുളമാക്കി. എന്താ ആസൂത്രണം അടി ഇന്ന് നടത്തിയത്? നുണ പരിശോധന ഒഴിവാവാൻ ഒളിവി കഴിയാന്നോ? അല്ല, മറ്റുള്ളവരുടെ കണ്ണിൽ അത് കിഡ്നാപ്പിംഗ് ആണല്ലോ. എന്നിട്ട് മൊത്തം പൊളിഞ്ഞില്ലേ? എടി ഞാനിപ്പോ നിന്റെ ചെറ്റപ്പനാന്നുള്ള കാര്യം എല്ലാരും അറിഞ്ഞില്ലേ? അതെന്റെ കുഴപ്പം കൊണ്ടാണോ ചിറ്റപ്പ? പിന്നെ ആരുടെ കുഴപ്പം കൊണ്ടാടി? എടി നുണ പരിശോധന നൂരാൻ ഒരു വഴി കണ്ടുപിടിക്കാൻ ഞാൻ വാക്ക് തന്നല്ലേ? അതിനിടെ കൂടെ അവിടെ ഒരു പ്ലാൻ ഉണ്ടായി കൊണ്ട് വന്നേക്കുന്നു. സോറി ചിറ്റപ്പ, പറ്റിപ്പോയി. അത് വിട്. ഇനി എന്താ നിന്റെ പ്ലാൻ? പ്ലാനോ? ഞാൻ തീർന്നു ചിറ്റപ്പ. ചെവിക്കുറ്റിക്കടിച്ച് ഭാമാന്റെ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കി. നുണ പരിശോധനയിൽ കൂടെ പരാജയപ്പെടുന്നോടെ എല്ലാം തീർന്നു. വിചാരണയുടെ ഒന്നും ആവശ്യമില്ല. സെൻട്രൽ ജയിലേ എനിക്ക് മുന്നിലുള്ളൂ. എടി തീർന്നെന്നാരാ പറഞ്ഞേ? എടി ചിറ്റപ്പനുള്ളപ്പോ നിന്നെ രക്ഷിക്കാൻ ഒരു വഴി കണ്ടെത്തായിരിക്കുവോ? ഇവിടുന്ന് സെൻട്രൽ ജയിലിലേക്കല്ല, നിന്റെ ഭാമാന്റെ വീട്ടിലേക്കാണ് നീ മടങ്ങിപ്പോവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രീതിയുടെ ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ച ഞാൻ അവളെ തടയാൻ ശ്രമിച്ചത്. മനസ്സിലായില്ല? പ്രീതിയുടെ പ്രസവം കഴിഞ്ഞിട്ട് അധികം നാളായിരുന്നില്ല. അപ്പോ അത്രയും ദുർഘടമായ ഒരു പ്രദേശത്തൂടെ അതിവേഗം ഓടുന്നത് അപകടമാവെന്ന് എനിക്ക് തോന്നി. പ്രീതി നിൽക്ക്, ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞതോ? ഇക്കാര്യം തന്നെയാണ് പറയാൻ ശ്രമിച്ചത്. മറ്റൊരു കാരണം കൂടി ഉണ്ട് മാഡം. പ്രീതിയുടെ കുഞ്ഞിന്റെ ജാതകത്തിൽ ഒരു ദോഷം ഉണ്ടായിരുന്നു. കുഞ്ഞിന്റെ ജാതകദോഷം മൂലം അമ്മയ്ക്ക് ജീവഹാനി ഉണ്ടാവുന്നായിരുന്നു ജ്യോത്സ്യവിധി. അക്കാര്യം കൂടി എന്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് ഞാൻ പ്രീതിയെ തടയാൻ ശ്രമിച്ചത്. ഇക്കാര്യം എന്താ സുസ്മിത നേരത്തെ പറയാതിരുന്നത്? അപ്പൊ എനിക്കത് ഓർമ്മ വന്നില്ല. എന്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ദിവസമായിരുന്നു അത്. അന്നത്തെ ഓരോ നിമിഷം ഓർമ്മിക്കാൻ കൂടി എനിക്ക് ഭയമാണ്. പിന്നീട് സുസ്മിത എന്തിനാ പ്രീതിയെ കൊല്ലാൻ ശ്രമിച്ചത്? ഞാനങ്ങനെ ശ്രമിച്ചിട്ടില്ല. ഞങ്ങളുടെ കയ്യിൽ അതിന് തെളിവുണ്ടെങ്കിലോ? തെളിയിക്ക്. വേറൊന്നും എനിക്കറിയില്ല. ഇനി എന്താ
എന്താ അറിയേണ്ടത്? ഇല്ല, ഒന്നുമില്ല. ഹ, എന്തെങ്കിലും ചോദിക്കും മാഡം. മൈ ഫുഡ്. ചന്ദ്രബോസെ, വിളിച്ചോണ്ട് പോവളെ. എണീറ്റ് പോ. സുസ്മിത വാ. ഡോക്ടർക്ക് എന്ത് തോന്നുന്നു? വർഷങ്ങളായി ഒരുപാട് ക്രിമിനൽസിനെ കാണുന്നതല്ലേ മാഡം ഞാൻ. കറ തീർന്ന ഒരു ക്രിമിനലിന്റെ മാനറിസങ്ങളും ചലനങ്ങളും ആ കുട്ടിക്ക്. പക്ഷെ മെഡിക്കലി ഷീസ് ഇന്നസെന്റ്. നുണ പരിശോധന പരാജയപ്പെട്ടു. അവൾ കുറ്റം ചെയ്തെന്ന് തെളിയിക്കാൻ നമുക്ക് മുന്നിൽ വേറെ വഴികളൊന്നുമില്ല. യെസ്, അത് തന്നെയാണ് എന്റെ നിഗമനം. അവള് പറഞ്ഞ ഓരോ വാക്കും കള്ളമാണ്. പക്ഷെ അത് തെളിയിക്കാൻ നമുക്ക് മാർഗമില്ല. അവളുടെ മനസ്സിനും മെഡിക്കൽ സയൻസിനും ഇടയിൽ എന്തോ ഒരു മറ. വാട്ട് ദ ഹെൽ ഇസ് ഇറ്റ്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. തന്നോടാരാ എന്നെ തെരഞ്ഞു വരാൻ പറഞ്ഞേ? ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനം ഇത്. സച്ചേട്ട് മാത്രം ആലോചിച്ചെടുത്ത തീരുമാനം അല്ലേ? എന്റെ കാര്യം ഞാൻ മാത്രം തീരുമാനിച്ച മതി എന്ന് സച്ചേട്ട് തോന്നുന്നില്ലേ? എന്നാ അങ്ങനെയല്ല. നിങ്ങൾക്ക് വേണ്ടി വേദനയോട് കാത്തിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവിടെ. അവർക്കൊക്കെ നിങ്ങൾ എവിടെ പോയെന്നുള്ള മറുപടിയാ കൊടുക്കണ്ടേ? എല്ലാവരുടെയും തീരുമാനം അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങനെയെങ്കിൽ എനിക്കുണ്ട് ഒരു തീരുമാനം. അത് സച്ചേട്ടനും അറിയണമല്ലോ. നിങ്ങൾ ആ വീട്ടിലേക്ക് ഇനി തിരിച്ചു വരുന്നില്ലെങ്കിൽ ഞാനും ഇല്ല. ഞാൻ ആരുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ചാ ജീവിക്കേണ്ടത്. ഇത്രയും കാലം ജീവിച്ചത് അങ്ങനെ തന്നെയല്ലേ? ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാനൊന്ന് സമ്മതിക്കോ? അല്ലെങ്കിൽ എന്നെ മരിക്കാനെങ്കിലും ഒന്ന് സമ്മതിക്കോ? എവിടെങ്കിലും പോയെന്ന് മരിക്കാൻ. ഞാൻ ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാ. മരിക്ക. പക്ഷെ അതിനു മുന്നേ എന്നെ കൊല്ലണം. എന്നെ കൊന്നിട്ട് സച്ചേണ്ട് മരിക്കാൻ പറ്റും. കൊല്ല്, കൊല്ല്, കൊല്ല്. എന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ല്, കൊല്ല്, കൊല്ല് സച്ചേട്ട. കഴുത്ത് ഞെരിച്ച് കൊല്ല്. ഇവിടെ വെച്ച് എന്നെ കൊല്ല്, കൊല്ല്, കൊല്ല്. ചേച്ചി, എനിക്ക് തോന്നുന്നതേ അവര് തിരിച്ചു വരാൻ പോയ പോക്കല്ലെന്നാ. ചേച്ചിക്ക് എന്ത് തോന്നുന്നു? നിനക്കെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ കാരണം? കാരണം അതൊരുതരം പ്ലാനിങ് പോലെ നടത്തിയൊരു ഒളിച്ചോട്ടാ. ആദ്യം സച്ചിയേട്ടൻ, പുറകെ ഭാര്യയും. നീ എന്തൊക്കെ വിവരക്കേടായി പറയുന്നേ? മണ്ടത്തരങ്ങൾ പറയുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? അവരെങ്ങോട്ട് ഒളിച്ചോടാനാ? അതും എന്ത് കാര്യത്തിന്? അവരെന്താ കാമുകന്മാരാണോ രായ്ക്ക് രാമൻ ഒളിച്ചോടാൻ? എന്റെ ഊഹങ്ങളൊന്നും തെറ്റിയിട്ടില്ല ചേച്ചി. സച്ചിയേട്ടൻ എന്തെങ്കിലും 5 മണിക്ക് മുന്നേ ഉണർന്ന് നടക്കാനോ കളിക്കാനോ പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. അർച്ചന ഇവിടെ വന്നതിന് ശേഷം 6 മണിക്ക് ശേഷം അല്ലാതെ സച്ചിയേട്ടൻ ആരെങ്കിലും പുറത്തു കണ്ടിട്ടുണ്ടോ? അതും ഇല്ലല്ലോ. ഇന്നോ അവൾ ഉണരുന്നതിന് മുൻപ് സച്ചിയേട്ടൻ ഉണർന്നു. എന്തിനാ? സോറി സച്ചേട്ട. സച്ചേട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഇത്രയും നേരം ഞാൻ എന്റെ ജീവനം കൈ പിടിച്ച് ഓടുകയായിരുന്നു. ഒന്നും പറഞ്ഞാൽ സച്ചേട്ടന് മനസ്സിലാവില്ല. ഓരോ ആൾക്കൂട്ടങ്ങളിലും ഓരോ മുഖങ്ങളിലും
ഞാൻ സച്ചേട്ടനെ തേടുകയായിരുന്നു. ഓടിയും തളർന്നും വീണു അലഞ്ഞു. അവസാനം കണ്ടുപിടിച്ചപ്പോ ഞാൻ ചാകാൻ പോവാണെന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ എനിക്ക് സഹിച്ചില്ല. അതാ ഞാൻ തള്ളിപ്പോയത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവൻ നിങ്ങളെ മാത്രമല്ല എന്റെ ആങ്ങളയുടെ ഭാര്യയും മകളെയും കൂടി സംരക്ഷിക്കുന്നുണ്ട്. അവന്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ ഇങ്ങനെ ചെയ്യോ? സ്വന്തം കാര്യം മാത്രം നോക്കുന്ന സ്വാർത്ഥരാ നിങ്ങള്. നിങ്ങൾ കാത്തിരിക്കുന്നത് മഹിയുടെ സ്വത്ത് കിട്ടാനാ. അവന്റെ വിഷമങ്ങൾ നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതെങ്ങനെയാ? അവനോട് സ്നേഹം തോന്നിയാലല്ലേ അവന്റെ വിഷമങ്ങൾ അറിയാനാവൂ. അമ്മയ്ക്ക് ഞങ്ങളെ വേണ്ടല്ലോ. മഹിയോടുള്ള അമ്മയുടെ സ്നേഹത്തിന്റെ പാതിയെങ്കിലും ഞങ്ങളോട് കാണിച്ചിട്ടുണ്ടോ? അമ്മ എപ്പോഴും മഹേടന്റെ കാര്യം മാത്രം ചിന്തിച്ച് നടന്നോ? ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം. ഞങ്ങൾ അമ്മയുടെ സ്വന്തം മക്കളല്ലേ? മതി, നിർത്ത. ഇത് കേട്ട് കേട്ട് ഞാൻ മടുത്തു. മഹിയും നിങ്ങളെയും ഞാൻ 2 തട്ടിൽ കണ്ടിട്ടില്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അതിന്റെ കാരണം കൂടി അന്വേഷിക്കണം. മഹിയും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം അപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. ഓ പൊട്ടത്തരം. അല്ലാതെ എന്താ പറയാ? മാളു നിന്നെ അമ്മയെ അംഗീകരിച്ചിട്ട് ഈ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? മഹി എല്ലാ കണ്ടീഷനും പിൻവലിച്ച് കല്യാണത്തിന് തയ്യാറായപ്പോ നീ അത് തടസ്സപ്പെടുത്തേണ്ട കാര്യമില്ലായിരുന്നു. ബുദ്ധി മോശമെന്നേ ഞാൻ പറയൂ. എന്നോട് ആലോചിക്കാതെ നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? നിന്റെ കല്യാണം വീണ്ടും തൃശങ്കുയിലായില്ലേ? ആകട്ടെ, അതിന് അമ്മ എന്തിനാ ആശങ്കപ്പെടുന്നത്? എനിക്ക് ആശങ്കയല്ലിപ്പോ, അങ്കലാപ്പ. ഈ കല്യാണം നീണ്ടുപോയ ആർക്കാ നഷ്ടം? എനിക്ക് നിനക്കുമല്ലേ? അതറിയുന്ന നീ എന്തിനാ ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞത്? ഞാനൊരു പൊട്ടിയല്ലമ്മേ. ഞാൻ ഇങ്ങനൊരു തീരുമാനം മഹേട്ടനോട് പറഞ്ഞതിന് ഒരു കാരണമുണ്ട്. എന്ത് കാരണം? എന്റെ മുമ്പിൽ ആദ്യം 2 ഹിമാലയൻ കണ്ടീഷൻസ് വെച്ച മഹിയേട്ടൻ പെട്ടെന്നത് പിൻവലിച്ചതെന്താ? എന്നോടുള്ള ഇഷ്ടോ സ്നേഹോ കൊണ്ടൊന്നും അല്ല. ദേവേനി ആന്റിക്കും അവരുടെ മക്കൾക്കും വേണ്ടിട്ടാ. എന്നെ കല്യാണം കഴിച്ചാലല്ലേ മഹിയേട്ടന്റെ സ്വത്തുക്കൾ എഴുതി അവർക്ക് കൊടുക്കാൻ പറ്റൂ. അത് ശരിയല്ലല്ലോ. മഹിയേട്ടന് എന്നോട് താല്പര്യം ഉണ്ടാവണം. എന്നോട് താല്പര്യം തോന്നിട്ട് എന്നെ കല്യാണം കഴിച്ചാലേ എനിക്ക് മഹിയേട്ടനെ എന്റെ വരുതിയിൽ നിർത്താനാകൂ. അല്ലെങ്കിൽ ദാനം കിട്ടിയ താലിയുടെ പേരിൽ ഞാൻ മഹിയേട്ടനും ദേവി ആന്റി പറയുന്നതും അനുസരിക്കേണ്ടി വരും. മോളെ, അതിന് നീ മാളുവിന്റെ കാര്യം പറഞ്ഞ എന്തിനാ? അമ്പിനും വില്ലിനും എടുക്കാത്ത ആ കുട്ടിപ്പിശാചിനെ മെരുക്കെടുക്കാൻ നിന്നെ കൊണ്ടാവോ? ഞാൻ മാളുവിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടേ മഹിയേട്ടന്റെ മുമ്പിൽ നല്ലവളായില്ലേ? മഹിയേട്ടനെ ആകർഷിക്കാൻ ഇതൊക്കെയല്ലേ ചെയ്യണ്ടേ? കല്യാണം നടക്കാത്തത് കൊണ്ട് നിലവിലുള്ള സ്വത്തുക്കൾ കൈവിട്ടു പോവില്ലല്ലോ. അതൊക്കെ ശരി. ആ കുട്ടിപ്പിശാചിനെ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ അവൾ എന്നെ അമ്മയായിട്ട് അംഗീകരിക്കണം, ഇല്ലെങ്കിൽ ആ ജന്തുവിനെ ഞാനങ്ങ് തീർക്കും. നിന്റെ ബുദ്ധി ഭയങ്കരം തന്നെ മോളെ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇനിയും എന്തെല്ലാം കാണാനിരിക്കുന്നു. കൊള്ളാം. ഞാനേ മോൾക്ക് കൊണ്ടുപോകാനുള്ള വെള്ളം എടുത്തോണ്ട് വരാം. അപ്പൊ അതാണല്ലേ നിന്റെ ഉദ്ദേശം? അതിന് ഈ വിവാഹം നടന്നിട്ട് വേണ്ടേ? എന്റെ മോളുടെ ദേഹത്ത് തൊടാൻ പോലും നിനക്കാവില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആത്മശാന്തി കിട്ടാതെ അലയുന്ന ആത്മാക്കൾക്ക് എനിക്ക് ഉദയക്രിയ ചെയ്യണം. അവർക്ക് ആത്മശാന്തി കിട്ടണം. അത് മംഗലശ്ശേരിയിലുള്ള ഓരോരുത്തരുടെയും കുരുതി കൊണ്ടാവും. അതുകൊണ്ടേ അവര് തൃപ്തരാകൂ. നിങ്ങൾ ഞാൻ അതിന് അനുവദിക്കില്ല. നീയോ? നീ എങ്ങനെ എന്നെ തടയോടി?
ദൈവത്തിന് മുന്നിൽ തൊഴുത് പ്രാർത്ഥിച്ചിട്ടോ? അതിനല്ലാതെ നിനക്ക് എന്തിനു കഴിയും? രക്ഷ തുടങ്ങിക്കഴിഞ്ഞടി. ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കല്ലേ മംഗലശ്ശേരിയിലെ ഒരു കുടുംബം. കാഞ്ചനയും ഭർത്താവും, പിന്നെ പാതി മരിച്ച നിന്റെ ചേച്ചിയും. നിനക്ക് കാണും മംഗലശ്ശേരിയുടെ ഉമ്മറത്ത് കോടി പുതപ്പിച്ച 3 ശരീരങ്ങൾ. ഇത് നിന്റെ അഹങ്കാരത്തിനുള്ള എന്റെ സമ്മാനം കൂടിയാ. എന്റെ നേർക്ക് നേരെ നിന്ന് സംസാരിക്കാൻ ധൈര്യം കാണിച്ചവളാ നീ. എന്റെ തറവാട്ടിൽ കയറി എന്റെ പരദേവതകളെ തൃപ്തിപ്പെടുത്താൻ നീ തുനിഞ്ഞപ്പോ നിനക്ക് ഞാൻ അടിവരയിട്ടു. നീ വിളിച്ച് പറയടി. 3 പേരും ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നിനക്കവരെ രക്ഷിക്കാൻ കഴിയുമെന്ന് ഞാനൊന്ന് കാണട്ടെ. ആരും വിളിക്കുന്നുണ്ടെന്ന്. അമ്മ ആയിരിക്കും. അമ്മ എന്റെ ബാഗിൽ നിന്ന് ഫോണൊന്നും എടുത്തേ. ആരായാലും ഇനി വീട്ടിലെത്തിയിട്ട് സംസാരിച്ച മതി മോളെ. ഫോണ് കട്ടായില്ലോ അമ്മേ. അമ്മുവാണെങ്കിൽ കുഴപ്പമില്ല മോളെ, നമ്മള് വീട്ടിലേക്കല്ലേ പോന്നേ. സൈഡ് കൊടുത്തിട്ടും ഇവനെന്താ കേറി പോത്തത്? ഇനി എങ്ങോട്ടാ അച്ഛൻ നമ്മൾ പോകുന്നേ? വീട്ടിലേക്ക് പോയ പോരെ. നിങ്ങൾക്കൊരു ജീവനെ വേണ്ടതെങ്കിൽ എന്നെ കൊന്നോളൂ. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ ചേച്ചിയുടെ ജീവൻ തിരിച്ചു താ. എന്റെ ചേച്ചി വെറുതെ വിടണേ. ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത പാവ എന്റെ ചേച്ചി. നിങ്ങളുടെ കാല് ഞാൻ പിടിക്കാം. ഇല്ലടി, അവളുടെ വിധി ഞാൻ കുറിച്ചു. നിന്നെ ഞാൻ ബാക്കി വെച്ചേക്കോടി. മംഗലശ്ശേരിയെ കാത്തു രക്ഷിക്കാൻ വന്നവളല്ലേ നീ. അവിടെ നടക്കുന്ന ഓരോ മരണങ്ങൾക്കും നീ സാക്ഷിയാവണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവളൊരു സാധാരണ പെണ്ണല്ല മോളെ, സൂക്ഷിക്കണം. അവള് വാക്കുകൊണ്ടും നോക്കുകൊണ്ടും ആരെയും ഭസ്മമാക്കാൻ കഴിയുന്ന രുദ്രയാണവൻ. അണ്ണാച്ചിയാ? ഹലോ, പറ അണ്ണാച്ചി. ആ ശരി. എന്നാ എല്ലാം പറഞ്ഞതുപോലെ. ആ വണ്ടി സൈഡിൽ ഒതുക്ക്. ഇവിടെ പ്രഭേ, ആ വണ്ടി ഇപ്പൊ കാണാനില്ലേ? ഇനി സ്പീഡൊന്ന് കുറയ്ക്ക് പ്രഭേ. അമ്മ വെറുതെ പേടിച്ചതാ. പോട്ടെ, ഞങ്ങളെയും പേടിപ്പിച്ചു. ആ വണ്ടി നമ്മളെ അപായപ്പെടുത്താനാ വന്നത്.
അത് ചെയ്യില്ലേ അല്ലേ അച്ഛാ? എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് അറിയില്ല മോളെ. ഞാൻ പലതവണ സൈഡ് കൊടുത്തതാ, കേറി പോകാൻ കൂട്ടാക്കിയില്ല. അതാ ഞാൻ സംശയിച്ചത്. പ്രഭേ, ഇതിങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലേ? നമ്മുടെ മോടെ ജീവൻ എടുക്കാൻ വന്നവര് ഇപ്പോഴും പിന്നാലെ തന്നെയുണ്ട്. ആരാ നമുക്ക് ശത്രുക്കളെന്ന പ്രഭേ നമുക്ക് മനസ്സിലാവാത്തത്? പോലീസിന് ഒരു തുമ്പം കണ്ടെത്താനും ആയിട്ടില്ല. സത്യത്തിൽ ഇതുകൂടിയായപ്പോ എനിക്ക് പേടിയാവുന്നു പ്രഭേ. എന്നെ ആക്സിഡന്റിൽ പെടുത്തിയതിന് പിന്നിൽ ഒരു സ്ത്രീയാണെന്നല്ലേ കേട്ടത്? ഒരു സ്ത്രീ വിളിച്ചതുകൊണ്ട് അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല മോളെ. കേസ് വഴിതെറ്റിക്കാൻ ചെയ്തതും ആകാം. നമുക്കാരാ പ്രഭേ ശത്രുക്കളായിട്ടുള്ളത്? പ്രഭ ഈ നാട്ടിൽ പോലും ഇല്ലാത്ത സമയത്താ നമ്മുടെ മോളെ ആദ്യം ആക്രമിക്കുന്നത്. വീണ്ടും നമ്മുടെ മോളെ തേടി വന്നു. മംഗലശ്ശേരിക്കാരോടുള്ള പകയാണെന്നല്ലേ ആ സ്ത്രീ പറഞ്ഞത്? വിളിച്ചത് എന്നെയോ നിന്നെയോ അല്ല, അച്ഛനെയാ. ചിലപ്പോ നമ്മൾ വെറുതെ സംശയിച്ചതാവും. അത്തരം വാഹനങ്ങളുടെ വരവും പോക്കും ആൾക്കാരുടെ ജീവൻ എടുക്കാൻ വരുന്നത് പോലെ. ഞാനത് പറഞ്ഞപ്പോ അമ്മയ്ക്കും അച്ഛനും വിശ്വാസം വന്നില്ല. അത് നമ്മളെ കൊല്ലാനൊന്നും വന്നതല്ല. അല്ല, മോക്ക് ഐസ്ക്രീം വേണ്ടേ? പിന്നെ വേണ്ടാതെ? എന്റെ ഫേവറേറ്റ് ഐസ്ക്രീം കിട്ടുന്ന ഷോപ്പിൽ നിർത്തി അച്ഛൻ വാങ്ങിച്ചു തന്നാ മതി. അതിപ്പോ വേണ്ട, വീട്ടിൽ ചെന്നിട്ടേ രാജുവിനെ വിട്ട് വാങ്ങിപ്പിക്കാം മോളെ. നമുക്കേ എത്രയും പെട്ടെന്ന് വീടെത്തണം. അമ്മ ആരെയും പേടിയില്ലാത്ത ആളല്ലേ, എന്തിനാ പേടിക്കുന്നേ? മോക്ക് വേണ്ടത് വാങ്ങി തന്നിട്ടേ അച്ഛൻ പോകും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാർവതി കൺമഷിയും പൗഡറും മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന് അവള് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അത് ഉപയോഗിക്കുന്ന മറ്റുള്ളവരോട് സാറിന് നേരിട്ട് തന്നെ ചോദിക്കാം. ഇവിടെ അമ്മയുണ്ട്, ജാസ്മിനുണ്ട്, പിന്നെ ഗാർഗി സ്ഥലത്തില്ല. വ്ളോഗർ ആയതുകൊണ്ട് അവൾക്ക് അത് അത്യാവശ്യം. പക്ഷേ എന്നെ കൊല്ലാൻ ഗാർഗി ശ്രമിക്കുമെന്ന് ശത്രുക്കൾ പോലും വിശ്വസിക്കില്ല. വിശാലിനെ ആരെങ്കിലും സംശയമുണ്ടോ? എനിക്ക് ആരെയും സംശയമില്ല. സംശയിക്കേണ്ടത് സാറല്ലേ. ഇനിയിപ്പോ സാറിന് സംശയം തോന്നുന്നവരെ സാറ് ചോദ്യം ചെയ്തു. അപ്പോ പ്രഭാവതി എങ്ങനെ മേക്കപ്പ് ചെയ്ത് അണിഞ്ഞൊരുങ്ങി നിൽക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. അതെ, അതിലൊരു തർക്കവുമില്ല. എന്നെയാണോ സാറിന് സംശയം? ദേ, എന്റെ മകനെ കൊല്ലാൻ ഞാൻ ശ്രമിക്കുമെന്ന് സാറിന് ഉത്തമ ബോധ്യം വന്ന എന്നെ അറസ്റ്റ് ചെയ്തോളൂ. ഇനി ചോദിക്കാനുള്ളത് ജാസ്മിനോടാണ്. ജാസ്മിൻ, ഇനി അവശേഷിക്കുന്നത് ഞാൻ മാത്രമാണല്ലോ. ഞാൻ മേക്കപ്പ് ഉപയോഗിക്കാറുണ്ട്, ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ ചോദ്യം ചെയ്യാതെ സാറ് തെളിവുകൾ ഹാജരാക്കണം. എന്തായാലും ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളിനെ ഞാൻ കൊല്ലുന്നത് എന്തിനാ? മാത്രമല്ല, എന്റെ മേക്കപ്പ് മെറ്റീരിയൽസ് ഞാൻ ലോക്കറിലൊന്നും വെക്കാറില്ല. ആർക്ക് വേണമെങ്കിലും അത് ദുരുപയോഗം ചെയ്യാം. എന്നെ കൊടുക്കാൻ മനഃപൂർവ്വം അത് ആരെങ്കിലും എടുത്തതാണെങ്കിലോ? കറക്റ്റ്. അതാരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഇവിടെ വരും, കയ്യിലണിയിക്കാനുള്ള വിലങ്ങുമായി. അപ്പോൾ ഇനിയും കാണാം. സർ, ഇരിക്കൂ, ഞാൻ ചായ എടുക്കാം. വേണ്ട, സൽക്കാരം സ്വീകരിക്കാനായി ഞാൻ വേറൊരു ദിവസം വരാം. ഒരു മാസത്തിനുള്ളിൽ നിന്റെ വിവാഹം നടക്കുമെന്ന് നിന്റെ പപ്പയ്ക്ക് ഞാൻ വാക്കുകൊടുത്തത്. ഇപ്പോഴത്തെ ലക്ഷണം വെച്ച് നോക്കുമ്പോഴേ കതിർ മണ്ഡപം സെൻട്രൽ ജയിലാവുന്ന എന്റെ സംശയം. വിശാൽ, കുറ്റവാളി ജാസ്മിൻ ആണെന്നാണോ നിന്റെ സംശയം? അത് തീരുമാനിക്കേണ്ടയാൾ അന്വേഷണം നടത്തുന്ന ഓഫീസറല്ലേ. സ്വർണ്ണക്കുടം കൊണ്ട് മൂടി വെച്ചാലും
സത്യം ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. അതാരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഇവിടെ വരും, കയ്യിലണിയിക്കാനുള്ള വിലങ്ങുമായി. അപ്പോൾ ഇനിയും കാണാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിശാൽ സാർ പറഞ്ഞതൊക്കെ സത്യം. അച്ഛനെ പഴയതുപോലെ എഴുന്നേപ്പിച്ച് നടത്താന്ന് ഞാൻ പറഞ്ഞപ്പോ അമ്മയുടെ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു. ഇനി എന്റെ ലക്ഷ്യം അതാ, അച്ഛനെ എഴുന്നേപ്പിച്ച് നടത്തണം. അത് സംഭവിച്ചിരിക്കും. പാർവതി ഒറ്റയ്ക്കല്ല കേട്ടോ, പാർവതിയുടെ കൂടെ ഞാനും ഉണ്ടാവും. അച്ഛൻ ഓഫീസിലേക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തു പോവും. ഓഫീസിൽ കയറിയിരുന്ന പഴയതുപോലെ മാനേജറിനെയും അക്കൗണ്ടന്റിനെയൊക്കെ വരട്ടും. പാർവതിക്കറിയോ, ഈ കാണുന്ന അച്ഛനൊന്നുമല്ല ഓഫീസില്, അവിടെ പുലിയാ പുലി. അച്ഛന്റെ തലവെട്ടം കണ്ടാലേ അവിടെ ആരും ശ്വാസം പോലും വിടില്ല. ഓഫീസിലെത്തിയ അച്ഛനെ എനിക്ക് പോലും പേടിയാ. ദേ, ഈ ചിരിക്കുന്ന കണ്ടില്ലേ? ദേ, ഈ ചിരി അച്ഛന്റെ ചുണ്ടിൽ എപ്പോഴും ഉണ്ടാവണം. കാരണം ചിരിക്കുന്ന അച്ഛനെ കാണാനാ ഗായത്രി അമ്മയ്ക്ക് ഇഷ്ടം. ദേ, ഗായത്രി അമ്മയ്ക്ക് മാത്രല്ല കേട്ടോ, വിശാൽ സാറിനും എനിക്കും അത് തന്നെ ഇഷ്ടം. അമ്മയും അപ്പച്ചിയും മരുന്നും ഫുഡുമായിട്ട് വരുമ്പോ നിങ്ങൾ കൊടുക്കണ്ട, പാർവതി കൊടുത്തോളൂന്ന് എനിക്ക് പറയാൻ കഴിയില്ലല്ലോ. അവര് കൊണ്ടു തന്നാലും അവരറിയാതെ പാർവതിയുടെ ഒരു മേൽനോട്ടം ഉണ്ടാവും. അത് പോരെ അച്ഛ. ഗായത്രി അമ്മയോട് തുറന്നു പറഞ്ഞില്ലെങ്കിലും മനസ്സിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അച്ഛനെ പഴയ അച്ഛനാക്കി ഗായത്രി അമ്മയുടെ മുമ്പിൽ നിർത്തിക്കൊടുക്കണമെന്നുള്ളത്. അതിന് അച്ഛനും കൂടി മനസ്സ് വെക്കണം. അതിന് ആദ്യം ചെയ്യേണ്ട എന്താണെന്നറിയോ? സൂക്കേടുകാരനാണെന്നുള്ള തോന്നൽ ആദ്യം മനസ്സിൽ നിന്ന് എടുത്തു കളയണം. ഞാൻ എഴുന്നേറ്റ് നടക്കാൻ പോവാണെന്ന് എപ്പോഴും മനസ്സിൽ പറയണം. അങ്ങനെ എപ്പോഴും പറയുകയാണെങ്കിൽ അച്ഛൻ പോലും അറിയാതെ അച്ഛൻ ഒരു ദിവസം എഴുന്നേറ്റ് നടക്കും. ഇപ്പൊ അച്ഛൻ സമാധാനായിട്ട് ഉറങ്ങിക്കും. ഞാനുണ്ടാവും അച്ഛന്റെ കൂടെ. ഞാൻ മാത്രല്ല, വിശാൽ സാറും. അച്ഛൻ ഉറങ്ങിക്കോ. പാർവതി, അച്ഛൻ കഴിക്കുന്ന മരുന്ന് അച്ഛനെ എഴുന്നേൽപ്പിച്ച് നടത്തുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിന്റെ വാക്കുകൾ അച്ഛന്റെ ശരീരത്തിന് ബലം കൊടുക്കുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നീ എവിടെന്നാ പഠിച്ചത്? കരയുന്ന ഗായത്രി അമ്മയുടെ മുഖം ഓർത്തപ്പോ അറിയാതെ നാവിൽ വന്നതാ വിശാൽ സാറേ. ഇനിയും സാറിന് എന്നെ മനസ്സിലായില്ലേ? ഒന്നും അറിയാത്ത വെറും പൊട്ടിയൊന്നും അല്ല ഞാൻ. ഈ പൊട്ടിയോട് എനിക്കെന്തോ വല്ലാത്ത ഇഷ്ടം തോന്നുന്നു. എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി.
ആരാണ് കൃഷ്ണതുളസി എന്ന് കണ്ടുപിടിക്കാൻ പല രീതിയിൽ ശ്രമിച്ചു, സാധിക്കുന്നില്ല. അങ്ങനെയാ ജഗൻജിയുടെ സഹായം ചോദിക്കുന്നേ. അങ്കിളെ, കൃഷ്ണ തുളസിയുടെ ഫോട്ടോ ഇല്ല, അപ്ലോഡിംഗ് ഡീറ്റെയിൽസ് ഇല്ല. ഇങ്ങനൊരു സിംഗറെ കുറിച്ചുള്ള പ്രൊഫൈൽ ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സംശയം തോന്നുന്നത് ഇത് ഞങ്ങൾക്കെതിരെയുള്ള ഒരു നീക്കമാണോ എന്ന്. എവിടെയോ ഒരു അപകടം മണക്കുന്നത് പോലെ. സത്യത്തിൽ കുഴപ്പം ചെയ്യുന്നത് നിങ്ങളല്ലേ? വിസ്മയ പാടുന്നു എന്നും പറഞ്ഞ് ശ്യാമയെ കൊണ്ട് പാടിക്കുന്നു. നേട്ടം മുഴുവൻ വിസ്മയി. ജഗൻ, ന്യായാന്യായങ്ങൾ സംസാരിക്കാനല്ല ജഗൻ ഇവിടെ വരുത്തിയത്. ഒരു സഹായത്തിനായിട്ടാ. വിസ്മയ്ക്ക് വേണ്ടി പാടുന്നത് ശ്യാമയാണെന്ന് അറിയാവുന്ന പ്രധാനപ്പെട്ട ആൾക്കാരിൽ ഒരാളാണ് ജഗൻ. ജഗനിൽ നിന്നും ആ രഹസ്യം പുറത്തു പോവില്ലെന്നുള്ള വിശ്വാസമുണ്ട്. ജഗൻ വിചാരിച്ചാൽ ഈ കൃഷ്ണതുളസിയെ കണ്ടുപിടിക്കാൻ പറ്റും. കൃഷ്ണതുളസിയെ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാനാ? അത് പറ. വിസ്മയ്ക്ക് വേണ്ടിയിട്ട് ശ്യാമയ്ക്ക് പകരം കൃഷ്ണതുളസിയെ പാടിക്കാനാണോ? അതോ വിസ്മയ്ക്ക് ഭീഷണിയാവാതെ അങ്ങ് ഒതുക്കാൻ വേണ്ടിയിട്ടാണോ? മമ്മി, കഴിവുള്ള ഒരു പാട്ടുകാരി പുതിയതായിട്ട് വരുന്നു. അതിനിപ്പോ ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നു ഈ കൃഷ്ണതുളസി ഇപ്പൊ പാടാൻ വന്നിട്ടുള്ളത് മറ്റെന്തോ ലക്ഷ്യത്തിനാണെന്ന്. അപ്പൊ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണ്ടേ? ഉറപ്പാണ്. പാടി പേരെടുക്കാനാണെങ്കിൽ അവൾക്ക് എന്തിനു മറഞ്ഞു നിൽക്കണം? പ്ലീസ് അങ്കിൾ, ഇതിന് പിറകിൽ എന്താണെന്ന് കണ്ടുപിടിക്കണം. നമ്മളൊരു കരാറുണ്ടാക്കിയിട്ടുണ്ടല്ലോ ജഗൻജി. ശ്യാമയ്ക്കെതിരെ ഒരുമിച്ച് നിൽക്കും, വർമ്മയുടെ ഫാമിലിക്കെതിരെ ഒരുമിച്ച് നിൽക്കും. അങ്ങനെ പരസ്പരം വാക്കുണ്ടല്ലോ. വാക്കൊക്കെ വാക്കാണ്, അതിൽ നിന്നൊന്നും ജഗൻ മാറില്ല. എങ്കിൽ ജഗൻ ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഒരു കാര്യം ചെയ്യും. ഞാൻ പറഞ്ഞിട്ടില്ലേ ജയേഷ്, SI ജയേഷിനെ കാര്യങ്ങൾ ഏൽപ്പിക്കാം. അയാൾ അന്വേഷിക്കും. അത് വേണ്ട ജഗൻ. എത്ര അടുത്ത സുഹൃത്താണെങ്കിലും പോലീസിലേക്ക് ഇത് എത്തിക്കണ്ട. അത് വേണ്ട. ഭാവിയിൽ അത് ദോഷം ചെയ്യും. ഇല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം. IT-യുമായി ബന്ധപ്പെട്ട ഒരാളെ എനിക്കറിയാം, അവനെ ഏൽപ്പിക്കാം. അങ്കിൾ, അത് നല്ല ഐഡിയ. ഹലോ ജഗൻ സാർ. ഡോ, എനിക്ക് തന്നെ കൊണ്ടൊരു ആവശ്യമുണ്ട്. കൃത്യമായിട്ട് പ്രതിഫലം കിട്ടും. ശരി സാർ, കാര്യം പറയാം. ഞാനേ ഇപ്പൊ ഒരു വീഡിയോ അങ്ങോട്ട് അയക്കും. സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോയാ, താൻ കണ്ടു കാണും. ഒരു കൃഷ്ണതുളസിയുടെ പാട്ട്. ആരോ പറഞ്ഞു കേട്ടിരുന്നു ഒരു കൃഷ്ണതുളസിയെ പറ്റി. എനിക്ക് ആ കൃഷ്ണതുളസിയുടെ ഡീറ്റെയിൽസ് ഒന്ന് കിട്ടണം. കാര്യങ്ങൾ ഞാൻ നേരിട്ട് പറയാം. ഏതായാലും ആദ്യം ആ വീഡിയോ കാണാം. ഓക്കെ സാർ, സാർ അയച്ചോളൂ. ആ കൃഷ്ണതുളസി ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എടത്തി പ്ലീസ്, ഇങ്ങനൊന്നും സംസാരിക്കില്ലേ. അമൃത എടത്തിക്ക് എന്തോ ദേഷ്യമുണ്ടെന്ന് പറഞ്ഞപ്പോ ആദ്യം ഞാൻ അത്ര കാര്യമാക്കിയില്ല. ശ്യാമയുടെ വെറുതെ ഉള്ള തോന്നലാണെന്ന് കരുതി. പക്ഷെ അമൃത എടത്തിക്ക് ദേഷ്യം തോന്നണമെങ്കിൽ അതിനൊരു വലിയ കാരണം ഉണ്ടാവുമല്ലോ എന്ന് പിന്നീട് ചിന്തിച്ചു. ഇപ്പൊ മനസ്സിലായി എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. അമൃതെടുത്തി എടുത്തി എന്താന്ന് വെച്ചാ ഒന്ന് തുറന്നു പറയ. എഴുത്തിക്ക് അമ്മയുടെ സ്ഥാനാ തന്നിട്ടുള്ളത് അറിയാലോ. അമ്മയെ ആരും മനഃപൂർവ്വം വേദനിപ്പിക്കില്ല. അറിയാതെ എന്തെങ്കിലും തെറ്റ് ശ്യാമയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എഴുത്തി അത് ക്ഷമിക്കണം.
ഇപ്പൊ ഇടത്തേക്ക് ഒരു സമാധാനം കിട്ടുന്നുണ്ടാവും അല്ലേ? ആ സമാധാനത്തിന് കാരണക്കാരി ദേ ഈ നിൽക്കുന്ന ശ്യാമയാ. ഇനി എത്രയൊക്കെ ശ്രമിച്ചാലും ഏടത്തി സംസാരിക്കില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. അപ്പോ നാളത്തെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക. നാളെ പൂജ കഴിഞ്ഞ് ഞങ്ങള് ക്ഷേത്രത്തിലേക്ക് പോകും. എന്താടാ ഏട്ടാ, അത് നാളെ ക്ഷേത്രത്തിൽ പോവല്ലേ, അതൊന്ന് ഏടത്തിയോട് പറയാൻ വന്നതാ. എന്താ മോളെ? ഏയ് ഒന്നുമില്ലേട്ടാ. ഒന്നുമില്ല. നിങ്ങൾ വാ. അമൃതേ, അഖിലും ശ്യാമയും വന്നത് നീ ശ്രദ്ധിച്ചില്ലേ? അമൃത, ഏട്ടാ ഏടത്തി പാട്ട് കേൾക്കല്ലേ? നല്ല പാട്ടല്ലേ? ഞങ്ങൾക്കും വളരെ പ്രിയപ്പെട്ട പാട്ടാ. ഒരുപാട് പേര് ഈ പാട്ടിനെയും പാടിയ ആളിനെയും ആരാധിക്കുന്നുണ്ട്. അമൃതയെടുത്തിയും കൃഷ്ണ തുളസി ഇഷ്ടപ്പെടുക. എന്തായാലും എടുത്തി പാട്ട് കേൾക്കട്ടെ. ആ പിന്നെ നാളെ കാണുമല്ലോ. ഞങ്ങള് അമ്പലത്തിലേക്ക് ഇറങ്ങുമ്പോ ഞാനുണ്ടാവൂടാ. ശരി ഏട്ടാ. ശരി മോളെ. അമൃതേ, നീ അവരെ ഇൻസൾട്ട് ചെയ്തു. അവരെ മാത്രമല്ല, എന്നെയും ഇൻസൾട്ട് ചെയ്തതുപോലെയാ. ഇതൊന്നും ഓഫ് ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പിടിച്ചു വാങ്ങി വലിച്ചെറിഞ്ഞ് പൊട്ടിക്കും. ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് വലിച്ചെറിയും. ഞാൻ എങ്ങനെ മറുപടി പറയുന്നെന്ന് അപ്പൊ കാണാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവിടെ വച്ചേക്ക്. മേഘനാഥ, നീ ഇങ്ങനെ തുറച്ചു നോക്കണ്ട. ഞാൻ നിന്റെ അമ്മ തന്നെയാ. കോട്ടയ്ക്കൽ വിശ്വംഭരന്റെ ഭാര്യ, കോട്ടയ്ക്കൽ ഭവാനി. അറിയാം. പുതിയ പരിചയപ്പെടുത്തലൊന്നും വേണ്ട. അമ്മയ്ക്കിപ്പോ എന്താ വേണ്ടത് അത് പറഞ്ഞാൽ മതി. എനിക്ക് വേണ്ടത് നിന്റെ ആരോഗ്യമോ, ശരീരത്തിനും മനസ്സിനും. പലപ്പോഴും നീ ആഹാരം പോലും കഴിക്കുന്നില്ല. ഇപ്പതാ ഞാൻ കുറച്ച് പാൽപ്പായസം കൊണ്ടുവന്നിട്ടുണ്ട്. നീ അത് കഴിക്കണം. പാൽപ്പായസം? അതെന്തിനാ? അതിലെന്താ ഇത്ര വിശേഷം? വിശേഷമോ? നല്ല കഥയായി. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാ. നമ്മൾ ഒരുമിച്ച് വേണം ഇന്ന് അമ്പലത്തിൽ പോവാൻ. എന്തിന്? അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിൽ പോയില്ലെങ്കിലും എനിക്ക് കാണാൻ പറ്റും എന്റെ ഉണ്ണിക്കണ്ണനെ. പെറ്റ് വീണപ്പോ തന്നെ അവനെ നാട് കടത്തുകയായിരുന്നു. ഭഗവാൻ കൃഷ്ണനെ അവന്റെ അച്ഛനാണ് നാട് കടത്തിയതെങ്കിൽ എന്റെ ഉണ്ണിക്കണ്ണനോട് അത് ചെയ്തത് അവന്റെ ഇളയമ്മമാരാ. രണ്ടിലും ഉണ്ണിക്കണ്ണന്മാർ അച്ഛനെ പിരിഞ്ഞുപോയി. എന്റെ കണ്ണൻ എവിടെയോ അനാഥനായി വളരുകയാണിപ്പോ. അവനെ കണ്ടെത്തിക്കഴിഞ്ഞാലേ ഞാൻ ഇനി മധുരം കഴിക്കൂ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നീ ഇത് തന്നെയാ പറയുന്നേ. അവനെ കണ്ടുപിടിക്കാൻ ചെയ്യാവുന്നതെല്ലാം ചെയ്തു. എന്നിട്ടും ആളിനെ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല.
ആഗ്രഹമൊക്കെ നല്ലതാ, പക്ഷെ അത് നടന്നു കിട്ടുന്ന കാര്യം എളുപ്പമല്ലാന്ന് സാരം. നടക്കും അമ്മേ, നടക്കും. നടക്കണം, അത് നടത്തിയെടുക്കും ഞാൻ. ഏതായാലും അമ്മയൊന്ന് തീർച്ചപ്പെടുത്തിക്കോ. എന്റെ ഉണ്ണിക്കണ്ണൻ, എന്റെ കാശിനാഥനെ കണ്ടുകിട്ടുന്ന ആ നിമിഷം ഞാൻ വീണ്ടും ഒരു സംഹാര താണ്ഡവമാടും. ഈ കാലമത്രയും എന്റെ ചോരയെ എന്നിൽ നിന്നും കവർന്നൊളിപ്പിച്ച ആ നശിച്ച പെൺകുട്ടികളെ ഒന്നോടെ അവസാനിപ്പിക്കും ഞാൻ. എന്നിട്ട് വേണം എനിക്ക് പുതിയൊരു മേഘനാഥനായി ഈ തൃപ്പങ്ങോട്ട് ദേശം വാണരുളാൻ. ആഗ്രഹവും ആവേശവും നന്ന്, പക്ഷേ കാലം കുറെ ആയില്ലേ. ഇനി നീ എവിടെ ചെന്ന് അവരെ കണ്ടെത്തുന്നേ? നിന്റെ കൺമുന്നിൽ അവര് വന്നു നിന്നാ പോലും നീ തിരിച്ചറിയോ? അതാ എനിക്ക് മനസ്സിലാവാത്തേ. നടക്കുമ്പോഴേ അമ്മ മനസ്സിലാക്കൂ. വർഷം എത്ര കഴിഞ്ഞാലും, ഏത് നരകത്തിൽ പോയി ഒളിച്ചാലും, എന്തൊക്കെ രൂപമാറ്റം സംഭവിച്ചാലും, എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഞാൻ അവരെ കണ്ടെത്തും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.